നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മനുഷ്യൻ്റെ പൂർണ്ണത. ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞ് ശരീരമനോബുദ്ധികളെ ഗുരുവിൽ അർപ്പിച്ചും കൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ കഴിയണം. അപ്പോൾ വാസനകൾ വേഗം നശിക്കും, വേഗത്തിൽ ഫലവും ലഭിക്കും. അമ്മയുടെ ഈ വചനങ്ങളിൽ നിന്ന് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ജീവന്റെ അഭിവാഞ്ച എത്രത്തോളമാണെന്നും അതിനുള്ള മാർഗം എന്താണെന്നും സ്പഷ്ടമാണ്. ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്കായാലും ലൗകികർക്കായാലും പൂർണ്ണതയാണ് മനസ്സിൻ്റെ ആത്യന്തിക തൃപ്തിക്കു നിദാനം. അതുകൊണ്ട് തന്നെയാകാം നാം അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള അന്വേഷണമായി നമ്മുടെ ജീവിതം മാറുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി പാഠം പറയുന്നു, എല്ലാം പൂർണ്ണമാണെന്ന്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാം പൂർണ്ണമാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ശാന്തി മന്ത്രം. എന്നിട്ടും നാം പൂർണ്ണതയില്ലാത്തതിൻ്റെ അസംതൃപ്തി അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണതയ്ക്കായി ഗുരുവിനെ അനുസരിക്കണം എന്ന് അമ്മ പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ ഉപനിഷത്ത് വാക്യങ്ങൾ പോലെ പൂർണ്ണത്തെ സംബന്ധിക്കുന്ന വാക്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാം പൂർണ്ണമായിരിക്കുമ്പോഴും നാം അത് തിരിച്ചറിയുന്നതുവരെ സംതൃപ്തരാവുകയില്ല. ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ 3 തരം ദുഃഖങ്ങൾ, താപത്രയങ്ങൾ നിരന്തരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ആ തിരിച്ചറിവിലേക്ക് നമ്മെ എത്തിക്കുന്നത് ആത്മവിദ്യ മാത്രമാണ്. അതിന് ഗുരുവുണ്ടാകണം. ബ്രഹ്മമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തും വരെ നാം ബ്രഹ്മമാണെന്നത് സത്യമാണെങ്കിലും നമുക്കത് അറിയുവാനാകുന്നില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങളും ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ പൂർണ്ണതയും. എല്ലാം പൂർണ്ണമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നതുവരെ നമ്മൾ അസംതൃപ്തരായി തുടരും. ഹരി ഓം നമഃ ശിവായ.